afternoon all. ഡോക്യുമെന്റ് വീഡിയോകളിൽ നോക്കാം. നിങ്ങൾക്ക് സ്ക്രീൻ കാണാമല്ലോ അല്ലേ? വിസിബിൾ അല്ലേ സ്ക്രീൻ? വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? അപ്പോ നമ്മള് ലാസ്റ്റ് നടത്തിയത് പ്രോസസ് ഓഫ് കളക്ടിങ് അതിന്റെ പ്രോസസ്സാണ് നമ്മള് പഠിക്കേണ്ടത് അല്ലെ? മെയിൻ ടൈപ്സ് ഓഫ് സ്ട്രക്ചർ നമ്മൾ കണ്ടായിരുന്നു. ജസ്റ്റ് ഡയഗ്രാം ഒന്ന് അല്ലെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ? തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? ബാർഗെയിൻ പ്രോസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ? Okay, the second environmental factor is type of a union management relationship. The relationship may be marked by a feeling of a non-cooperation. The collective bargaining is only possible under cooperative style of functioning. A non-cooperative approach the process. നമുക്കറിയാം അവിടെ സഹകരണത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിലാണ് കളക്റ്റീവ് ബാർഗെയിനിങ് നമുക്ക് ഈസി ആയിട്ട് നടത്താനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് താഴേക്ക്. കംപ്ലീറ്റഡ് പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എക്സ്പ്ലെയിൻഡ് ബിലോ. ഫസ്റ്റ് നമ്മൾ കണ്ടു ഇതാണ് പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. സ്റ്റാർട്ടിങ് ജസ്റ്റ് പറഞ്ഞിരുന്നു പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേറ്റിംഗ്, ബാർഗെയിനിങ് ഇഷ്യൂസ്, നെഗോഷിയേറ്റിംഗ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള ഡയഗ്രാമാണ് കണ്ടത്. അപ്പൊ ഫസ്റ്റ്ലി മനസ്സിലാക്കേണ്ടത് പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ അല്ലെങ്കിൽ ചർച്ച ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ ഉണ്ടാവണം അല്ലെ? ഒരു ചർച്ച ഓടിപ്പോയി കുറെ പേരെ വിളിച്ചു കൂട്ടിയിട്ട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ തീരുമാനങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല അല്ലെ? അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് നോക്കാം തൊഴിലാളികളുടെ ഭാഗത്തും ഉടമയുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ചർച്ചയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടിവരും. ബാർഗെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് അവരവരും എന്താണ് ചിലപ്പോ എന്തെങ്കിലും വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അല്ലെ? അപ്പൊ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും എന്തെങ്കിലും ഒരു ഭാഗം എന്തെങ്കിലും ന്യായീകരിക്കുമ്പോൾ അതിനെ മറുഭാഗം അല്ലെ തീർച്ചയായിട്ടും അതിനെ തിരസ്കരിക്കുന്നതിന് അവരുടേതായിട്ടുള്ള എവിഡൻസുകൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. It is essential for the employers and employees to prepare in advance for the negotiation, since a variety of topics and complex issues are discussed during the process. Okay, process നടത്തുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് തൊഴിലുടമയും തൊഴിലാളികളുടെയും ഭാഗത്തു നിന്ന് അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അവിടെ മസ്റ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. Presenting a methodical and accurate case to both the side can be termed as effective bargaining. From the management side, the negotiation are required. ഇത്തരത്തിൽ നല്ല കൃത്യതയോടും കൂടിയിട്ട് രണ്ട് സൈഡും
അവരുടേതായിട്ടുള്ള ബാർഗെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള പ്രിപ്പറേഷൻസ് അവിടെ മോശമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നെഗോഷിയേഷനുമായിട്ട് നമുക്കറിയാം മാനേജ്മെന്റ് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും നിലകൊള്ളുന്നത്? മാനേജ്മെന്റ് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ബാർഗെയിൻ ചെയ്യാനായിട്ട് വരുന്നത്? ആർക്ക് വേണ്ടിയിട്ടായിരിക്കും മാനേജ്മെന്റ്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാനേജ്മെന്റ് നിലകൊള്ളുന്നത്? വീണ്ടും എക്സാമ്പിൾ തരാം. അല്ലെ എംപ്ലോയിനെയാണോ എംപ്ലോയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മാനേജ്മെന്റ് ബാർഗെയിൻ ചെയ്യുന്നത്? എംപ്ലോയറിന്. ഓക്കെ, അപ്പൊ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും മാനേജ്മെന്റ് നിലകൊള്ളുന്നത് അല്ലെ. അപ്പൊ ഫ്രം ദ മാനേജ്മെന്റ് സൈഡ് നെഗോഷിയേറ്റേഴ്സ് ആർ റിക്വയർഡ്. മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ തീരുമാനങ്ങൾ അല്ലെ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ്ലി നോക്കാം, മേക്ക് ഡെഫിനിറ്റ് ചേഞ്ച് ഇൻ ദ കോൺട്രാക്ട് ലാംഗ്വേജ്. അതായത് മസ്റ്റായിട്ടും അവർ തമ്മിലുള്ള ഒരു ധാരണകളൊക്കെ ഉണ്ടാവും അല്ലെ. എംപ്ലോയിയുടെ ഭാഗത്തു നിന്നൊക്കെ ചിലപ്പോൾ മിക്കവാറും ചർച്ചകളൊക്കെ വിളിക്കുന്നത് അവർക്ക് മതിയായിട്ടുള്ള സാലറി അനുവദിച്ച് തരണമെന്നോ അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് മാറ്റി തരണമെന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അവിടെ എന്താണ് നേരത്തെ കൂട്ടിയിട്ടുള്ള ഒരു എന്തെങ്കിലും പ്രൊപ്പോസൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു പ്രൊപ്പോസൽസ് എല്ലാം അവര് ആ ഒരു ചേഞ്ചസിനനുസരിച്ചിട്ടുള്ള കോൺട്രാക്ട് അതായത് സാധാരണ രീതിയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ അവരുടെ നേരത്തെ കൂട്ടിയിട്ടുള്ള പ്രൊപ്പോസൽസ് എല്ലാം അവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. Then establish the broad range of the monetary packages to be proposed by the company. കമ്പനിയെ സംബന്ധിച്ചുള്ള range of the monetary package. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോന്ന് അറിയില്ല. മെസ്സേജ് അയക്കാം, നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എന്താണ്? പ്രിപ്പയർ ഫോർ നെഗോഷിയേറ്റിംഗ് അല്ലെ. നെഗോഷിയേഷന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ്. ഫസ്റ്റ്ലി നമ്മൾ കണ്ടു മേക്ക് ഡെഫിനറ്റ് പ്രൊപ്പോസൽസ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു മുൻകരുതലുകൾ എടുക്കണമെന്ന് പറഞ്ഞു. Then establish the range of the monetary packages to be proposed by the company. ഓക്കെ, അവിടെ എന്താണ് തീർച്ചയായിട്ടും അവർക്ക് ശമ്പളത്തോട് കൂടിയിട്ട് തന്നെയായിരിക്കും അവരെ ജോലിയിൽ പ്രവേശിക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പാക്കേജുകളെല്ലാം തന്നെ അവരായിട്ട് ഒരു ധാരണയിൽ എത്താൻ വേണ്ടിയിട്ട് തന്നെ പലതരത്തിലുള്ള പാക്കേജുകൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണകൾ അവിടെ തീർച്ചയായിട്ടും അത് സ്ഥാപിച്ചിട്ടുണ്ടാവണം. ടൂൾസ് ഡ്യൂറിംഗ് ദ നെഗോഷിയേഷൻ പർപ്പസ്. ഓക്കെ, ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം ആ ഒരു നെഗോഷിയേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള സ്ഥിതിവിവര കണക്കുകളൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി അവിടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പൊ മാനേജ്മെന്റ് തീർച്ചയായിട്ടും നമുക്കറിയാം അവര് നിലപാടുകൾ വ്യക്തമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ സ്വാഭാവികമാണ്, ഇതിന്റെ പാക്കേജുകൾ നിങ്ങൾക്ക് തരാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ബെനഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളാണ്. ഇത്ര ഇയറും മുതലാണ് ഇതിന് ബെനഫിഷ്യൽ ആയിട്ടുള്ള ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമായി തുടങ്ങിയിരിക്കുന്നത്. അത്യാവശ്യം നമുക്കറിയാം എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺസിന്റേതൊക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലുള്ള സ്ഥിതിവിവര കണക്കുകളെല്ലാം കൃത്യമായിട്ട് തന്നെ ശേഖരിച്ചിട്ടുണ്ടാവും. ഏത് സമയത്ത് ചർച്ചകൾ സംഘടിപ്പിക്കുന്ന സമയത്തേക്ക് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ മാനേജ്മെന്റ് സ്വീകരിച്ചിട്ടുണ്ടാവും. Then made in a bargaining book to aid company negotiations, consisting of information on issues or discussions, and analysis of the effect of each case
usage in other companies and other effect facts. ഓക്കെ, നമുക്കറിയാം നെഗോഷിയേഷൻ പറയുമ്പോൾ ചിലപ്പോൾ കമ്പനി ഒരു പ്രാവശ്യമൊന്നല്ല നെഗോഷിയേഷൻ ഒക്കെ വിളിച്ചു കൂടുന്നത് അല്ലെ, ചർച്ചകളൊക്കെ വിളിച്ചു കൂടുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചർച്ചകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അതിനു വേണ്ടി ഒരു സ്പെസിഫിക് ബുക്കൊക്കെ അവർ എടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഓരോ ചർച്ചയിലും ഇന്ന തീരുമാനങ്ങളൊക്കെയാണ് എടുത്ത് അപ്പൊ ഇതിന്റെ കണ്ടിന്യൂവേഷൻ എന്നൊക്കെ അത് കൃത്യമായിട്ട് തന്നെ വെളിപ്പെടുത്താൻ സാധിക്കും അല്ലെ. നമുക്കറിയാം റിപ്പോർട്ടൊക്കെ അതിൽ തന്നെ വായിച്ചു മനസ്സിലാക്കുമ്പോൾ ഇതിന് മുന്നേ എന്താണ് ചർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്, അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണോ ഈ ചർച്ച, ഓക്കെ, അതനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള സമയക്രമവും പങ്കെടുത്ത കാര്യങ്ങളും എടുത്ത തീരുമാനങ്ങളൊക്കെ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മെയിൻറ്റെയിനിങ് എ ബാർഗൈനിങ് ബുക്ക് ടു എയ്ഡ് കമ്പനി നെഗോഷിയേഷൻ. കമ്പനിയുടെ ഈ ഒരു ചർച്ചകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റം ഓഫ് കളക്റ്റഡ് ഇൻഫർമേഷൻ ഓഫ് ഇഷ്യൂ ഫോർ ഡിസ്കഷനിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ആ ഇൻഫർമേഷൻസ് ഒക്കെ അതിലുണ്ടായിരിക്കണം. അനാലിസിസ് ഓഫ് എഫക്ട് ഓഫ് ഈച്ച് കേസ്, ഓരോ കേസുകൾ അനലൈസ് ചെയ്യുമ്പോൾ അതെ വിശകലനം ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കണം. യൂസേജ് ഇല്ലാത്ത കമ്പനീസ്, നമുക്കറിയാം മറ്റ് കമ്പനീസുകളൊക്കെ കൊടുക്കുന്ന ഓഫറുകളൊക്കെ അല്ലെ, അവിടെ തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ മുമ്പിൽ പ്രൊസീഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മുടെ കമ്പനി കൊടുക്കുന്ന മാനേജ്മെന്റ് തീർച്ചയായിട്ടും എംപ്ലോയറുടെ ഭാഗത്ത് നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ കമ്പനി അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന കാര്യങ്ങൾ മറ്റു കമ്പനികളെ അപേക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ ഫാക്ട് അല്ലെ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് മുമ്പിൽ സാധിക്കുന്നു. സോ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഒരു പ്രിപ്പറേഷൻസ് എടുക്കും എന്തിനു മുമ്പ് ചർച്ചകൾക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പെടുന്നത് കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ വോയിസ് ഒക്കെ ക്ലിയർ ആണോ? ഓക്കെ, നമ്മുടെ എംപ്ലോയീസ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇൻഫോർമേഷൻ സെഷൻ ബൈ യൂണിയൻസ്. അപ്പൊ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ആരാ നിലകൊള്ളുന്നത്? യൂണിയനുകളാണ് അല്ലെ. നോക്കുക അവരുടെ ഭാഗത്തും അതിനുള്ള തയ്യാറെടുപ്പ് വേണം അല്ലെ. ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ കമ്പനി, that is the status of assets, liabilities and its capacity to pay. ഓക്കെ, നമുക്കറിയാം തീർച്ചയായിട്ടും എന്താണ് ഒരു സ്ഥാപനം അല്ലെ അവിടെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാർഗെയിൻ ചെയ്തെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ മൂലധനവും അല്ലെങ്കിൽ കടങ്ങളും കടബാധ്യതകളും ഒക്കെ ഇത്തിരി കുറിച്ചിട്ടൊരു കൃത്യമായിട്ടുള്ള അവലോകനം അല്ലെ ഇതാണ് തീർച്ചയായിട്ടും അവരുടെ മുമ്പിലൊക്കെ എത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അതിനുള്ള ആനുകൂല്യങ്ങളൊന്നും അവിടെയുള്ള എംപ്ലോയീസിന് ലഭ്യമായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതിലാണ് അവരോട് അല്ലെ ബാർഗെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ആരംഭിക്കുന്നത്. സോ എന്താണ് ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദ കമ്പനി, ദാറ്റ് ഈസ് the status of assets and liabilities and its capacity to pay. Then the standard taken by the management on various problems. Okay, നമുക്കറിയാം വ്യത്യസ്ത പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡോട് കൂടിയിട്ടായിരിക്കും ഇത് കൈകാര്യം ചെയ്ത്. സോ അതെല്ലാം കൃത്യമായിട്ട് അറിയണം. As indicated or indirectly concluded from a negotiation companies. യഥാർത്ഥത്തില് സിമിലർ ആയിട്ടുള്ള കമ്പനീസ് അല്ലെ അവര് കൊടുക്കുന്ന കുറച്ച് ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഒരു ഉപയോഗമൊക്കെ ഉണ്ടാക്കും. നമുക്കല്ലേ ബാർഗെയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് മാത്രം നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ട് നമുക്ക് ലഭ്യമാകുന്നില്ല എന്നത് പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോ മറ്റ് സിമിലർ കമ്പനികളൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വ്യക്തമായ ധാരണ അല്ലെ. നമ്മൾ കണ്ടു ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ കമ്പനി, അതായത് കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ കുറിച്ച്. സെക്കൻഡ് വൺ നമ്മുടെ കണ്ടു എന്താണ് ഈ തരത്തിലുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി അനുവദനീയമാണ് എങ്കിലാണ് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അവർ പരസ്പരം അല്ലെ സഹകരിച്ച് മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല നമുക്കറിയാം എന്താണ് മറ്റു കമ്പനീസുകളൊക്കെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി വെളിപ്പെടുത്തണം അല്ലെ. അപ്പോ മാനേജ്മെന്റിന്റെ മുമ്പിൽ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള ഞങ്ങൾക്കുള്ള എംപ്ലോയി നിയമനത്തെ കുറിച്ച് അതനുസരിച്ചിട്ട് മറ്റു കമ്പനികൾ ഓഫർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണകൾ അവർക്ക് നേരത്തെ മുമ്പ് തന്നെ തയ്യാറെടുക്കണം. റിക്വയർമെന്റ്സ് ഓഫ് ദ എംപ്ലോയി പറയാം എംപ്ലോയി എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്താണ് ആവശ്യം ഉന്നയിക്കുന്നത്. ചിലപ്പോൾ സാലറി കുട്ടിക്കെത്താനായിരിക്കും, ചിലപ്പോൾ
അല്ലെ എന്തെങ്കിലും ലീവോ അല്ലെ സാലറി കട്ട് ചെയ്യാത്ത തരത്തിലുള്ള ലീവുകളായിരിക്കാം, അതല്ലെങ്കിൽ ഓവർ ടൈം ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നെഗോഷിയേഷൻസ് ഹൗ ടു ബി chosen from both side and select ആണ് appropriate side for negotiation. ഓക്കെ, അതായത് നമുക്കറിയാം രണ്ട് സൈഡിൽ നിന്നും ചർച്ചകൾ ഉണ്ടാവും അല്ലെ. എന്താണ് നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഫൈനലൈസേഷൻ വരണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഇരു കൂട്ടർക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തീരുമാനമായിരുന്നു അല്ലെ. ബോത്ത് സൈഡിലും വലിയ കുഴപ്പമില്ലാത്ത തീരുമാനം മാത്രമാണ് അത് കോംപ്രമൈസ് ആയിട്ട് മുന്നെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയറോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Okay. Clearly, point preparing for negotiation. Then next identifying bargaining issues. Okay, ഇന്നത്തെ തരത്തിലുള്ള ഇഷ്യൂസ് ആണ്. അപ്പൊ നേരെ കൂടി നമുക്കറിയാം ചർച്ചയ്ക്ക് മുമ്പ് കുറെ അല്ലെ അവരെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞാൽ വർഗീൻ ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്ത് വരും. തൊഴിലാളികളാണെങ്കിലും അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്ത് വരും. പ്രിപ്പറേഷൻ ഇനി നെക്സ്റ്റ് ഉള്ള കാര്യം എന്തൊക്കെ കാര്യങ്ങളാണ് ബാർഗെയിൻ ചെയ്യാനായിട്ട് വരുന്ന ഇഷ്യൂസ് അല്ലെ. മെയിൻ ഇഷ്യൂസ് കളക്റ്റീവ് ബാർഗൈനിങ് സാധാരണയായിട്ട് വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ് ഇഷ്യൂസ് അല്ലെ. സാലറി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഓവർ ടൈം ചെയ്യുമ്പോൾ സാലറി കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഇഷ്യൂസുകളായിരിക്കും അല്ലെ. സാലറിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരിക്കും. കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ്, wage differential fees, overtime rates, wage adjustments, etc. Okay. വേജുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചിലപ്പോൾ ഈ വേജ് റേറ്റ് കുറഞ്ഞ് പോകാനൊക്കെയുള്ള സാധ്യത അല്ലെ. മതിയായ സാലറി ചിലപ്പോൾ ആണെങ്കിൽ കുറച്ചും കൂടി നാളെ കമ്പനി നല്ല വിപുലമായ രീതിയിലൊക്കെ പ്രോഫിറ്റബിൾ ആയിട്ട് പോയിട്ടും ഇവരുടെ സാലറി ഒന്നും കൂട്ടി കൊടുക്കുന്നില്ലെങ്കിൽ ആവശ്യപ്പെടാം. അതേമാതിരി കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ് അല്ലെ, ദൈനംദിന ജീവിത ചെലവിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും മാറ്റി തരുന്നില്ല എങ്കിൽ വേജസ് ഡിഫറൻഷ്യാലിറ്റീസ് ഒരേ തരത്തിലുള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ വേജിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഓവർ ടൈം റേറ്റ്സ് അല്ലെ, നമുക്കറിയാം ഓവർ ടൈം ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കൊടുക്കേണ്ടതാണ്. വേജസ് അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്കറിയാം പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് വേജുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ. ഓവർ ടൈം എന്ന് പറഞ്ഞ മാതിരി തന്നെ നമുക്കറിയാം ഹോളിഡേയ്സിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റ് കൊടുക്കേണ്ടതൊക്കെ വരും. അതായത് ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള നിബന്ധനകൾ ആയിട്ട് അല്ലെ വേജുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസുകൾ വരാം. അതാണ് ഫസ്റ്റ്ലി ബാർഗെയിൻ ചെയ്യാനായിട്ട് കമ്പനികളുടെ തൊഴിലാളികൾ ആദ്യം തന്നെ ആഗ്രഹിക്കുന്നവരുടെ സാലറിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ്. ഓക്കെ, അപ്പം സാലറിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് മീൻസ് സാലറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നെഗോഷിയേഷൻ ചർച്ചകൾ. ഓക്കെ, ഫസ്റ്റ്ലി അത് കണ്ടു. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ് ഇഷ്യൂസ്. ഓക്കെ, സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള നിലപാട് തന്നെയാണ്, പക്ഷെ ഡയറക്റ്റ് ആയിട്ട് വേജസിനൊപ്പം കൂട്ടി തരിക, വേജസ് കുറയ്ക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല. അല്ലാതെ എന്താണ് ഇതിനോടൊപ്പം തന്നെയുള്ള അല്ലെ യൂണിവേഴ്സൽ പ്ലാൻസ് റിലേറ്റഡ് പെൻഷൻസ്, paid vacations, paid holidays, health insurance, disease and supplementary unemployment benefits, etc.
ഓക്കെ, അതായത് നമുക്കറിയാം പെൻഷനൊക്കെ വരുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാണ്. ദെൻ പെയ്ഡ് വെക്കേഷൻസുകളിലൊക്കെ എന്താണ് ചിലപ്പോൾ വേണമെങ്കിൽ പേയ്മെന്റ് ലീവൊക്കെ അനുവദിക്കുമ്പോൾ അവിടെ എന്താണ് പേയ്മെന്റ് കൂടി ചിലപ്പോൾ റെഡ്യൂസ് ചെയ്യാം അല്ലെ. അവിടെ തീർച്ചയായിട്ടും ആ വെക്കേഷനൊക്കെ പല രീതിയിൽ കൈകാര്യം ചെയ്യാം. അപ്പോ ആ ടൈമിൽ ചിലപ്പോൾ വേണമെങ്കിൽ സാലറി കൊടുത്തിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ വെക്കേഷൻസ് ഒക്കെ അനുവദിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഇതുകൾ ഓരോ കമ്പനി യൂസ് ചെയ്യുന്നുണ്ടാവും. ചൂസ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ബാർഗൈനിങ് ഉണ്ടാവും. പെയ്ഡ് ഹോളിഡേസ് അല്ലെ, വേണമെങ്കിൽ ചിലപ്പോൾ സാലറിയോട് കൂടിയിട്ടുള്ള ഹോളിഡേസ് കൊടുക്കാം, അല്ലെങ്കിൽ പേയ്മെന്റ് തന്നെ കട്ട് ചെയ്ത് പോകുന്ന ഹോളിഡേസ് കൊടുക്കാം. അപ്പൊ അതനുസരിച്ചിട്ടുള്ള നിബന്ധനകൾ. ഇൻഷുറൻസ് ആരോഗ്യപരമായിട്ട് നോക്കിയാൽ ഇൻഷുറൻസ് ക്ലെയിം അല്ലെ, അതിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബാർഗൈനിങ്, ഡിസീസിൽ പിരിച്ചുവിടുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ബാർഗൈനിങ്, സപ്ലിമെന്ററി എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് എക്സെട്ര. ഓക്കെ, സപ്ലിമെന്ററി അൺഎംപ്ലോയ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും അധികമായിട്ട് ഇവർക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾക്കെല്ലാം തന്നെ എന്തെങ്കിലും കോമ്പൻസേഷനുകളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബെനിഫിഷ്യൽ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്താണ് ഇവിടെ ബാർഗെയിൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ്. നമ്മള് പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്യാന്ന് പറഞ്ഞപ്പോഴും സാലറി ബേസിസിന് മാത്രമല്ല വർക്കിംഗ് കണ്ടീഷനും ഇതിനെ കുറിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ it involves the rights and duties of employees and union, including union security, check of procedures, quality of work life programs, etc. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഡ്യൂട്ടീസ് ഓഫ് എംപ്ലോയേഴ്സ് അല്ലെ, തൊഴിലാളികളുടെ ജോലികൾ, തൊഴിലാളികളുടെ യൂണിയന്റെ ആണെങ്കിലും അല്ലെ മറ്റ് ആരെയാണെങ്കിലും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികളൊക്കെ ആവശ്യമാണ് അല്ലെ, നിർവഹിക്കേണ്ടതുണ്ട്. സോ ഇവിടെ എല്ലാം തന്നെ എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാം അല്ലെ, എല്ലാ തൊഴിലെന്ന് പറഞ്ഞാൽ മേന്മയുള്ള ക്വാളിറ്റിയായിട്ടുള്ള ഒരു വർക്ക് ലൈഫ് പ്രോഗ്രാം ആണ് അവിടെ സെറ്റ് ചെയ്യേണ്ടത്. സോ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഇഷ്യൂസുകൾ അല്ലെ, ചിലപ്പോൾ എന്താണ് ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും മറ്റു തരത്തിലുള്ള വർക്കിംഗ് കണ്ടീഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ വരാം അല്ലെ, അവരുടെ ടൈം അറേഞ്ച്മെന്റ്സിലോ എവിടെയെങ്കിലൊക്കെ ഇഷ്യൂസുകളൊക്കെ വരാം. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും. അതേമാതിരി തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ തരത്തിലുള്ള ഇഷ്യൂസുകളായിരിക്കും. സീനിയോറിറ്റി, എംപ്ലോയി ഡിസിപ്ലിൻ ആൻഡ് ഡിസ്ചാർജ് പ്രൊസീജിയർ, എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി, വർക്ക് റിലേറ്റഡ് റൂൾസ്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തില് നമുക്കറിയാം ചില ഇഷ്യൂസുകൾ വരാം അല്ലെ. ചിലപ്പോ വേണമെങ്കിൽ അവരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആവാം, പക്ഷെ സീനിയോറിറ്റി അവർക്ക് ലഭ്യമാകാതെ പ്രൊമോഷൻ സാധ്യതകളൊക്കെ എന്തെങ്കിലും താഴ്ന്നു വെക്കുകയാണെങ്കിലൊക്കെ അല്ലെങ്കിൽ എംപ്ലോയി ഡിസിപ്ലിൻ ആൻഡ് ഡിസ്ചാർജ് പ്രൊസീജിയർ. ഓക്കെ, എംപ്ലോയിയുടെ വിട്ടുപോകല് അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരാം. എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അതായത് അവിടെ ആരോഗ്യവും അതേമാതിരി സുരക്ഷയുമായി മുൻനിർത്തിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ കീപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം എൻവയറമെന്റൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒന്നും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. സോ അതെല്ലാം തന്നെ ഇവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. ലീവ്സ് മാത്രമല്ല അവരുടെ സേഫ്റ്റി, അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി, വർക്ക് റിലേറ്റഡ് റൂൾസ്, ജോബ് സെക്യൂരിറ്റി ആൻഡ് ട്രെയിനിങ്, അറ്റൻഡൻസ്, ലീവ്സ് എക്സെട്ര. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല. സോ ട്രെയിനിങ് കിട്ടാതെ അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഡ്യൂട്ടിയിലേക്ക് പോകുമ്പോൾ കോൺഫിഡൻസ് ഇല്ലാതെ ചിലപ്പോൾ ഡ്യൂട്ടിയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. സോ അവരുടെ പറഞ്ഞ ഞങ്ങൾക്ക് പുതിയ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആവശ്യമാണ്. സോ അവർ ബാർഗെയിൻ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അത്തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ നേടിയിരിക്കുന്നത്. അത് പറയുന്ന മാതിരിക്കൊക്കെ ഷിഫ്റ്റ് കഴിയുമ്പോഴൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്യാനൊക്കെ സൗകര്യങ്ങളൊക്കെ പറ്റിയെന്ന് വരില്ല. സോ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ജോബ് സെക്യൂരിറ്റി ആയിട്ട് ട്രെയിനിങ് ഒക്കെ ഓക്കെ. അതായത് അവരുടെ ജോലി ഇപ്പൊ പറഞ്ഞ ജോലിയാണെങ്കിലും അല്ലെ, അവിടെ ലാഭകരമായിട്ടുള്ള ഒരു ജോലിയിലൊക്കെ പ്രവേശിക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് അവരുടെയിലൊക്കെ ഒന്നും അവിടെ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ അല്ലെ തീർച്ചയായിട്ടും
അറ്റൻഡൻസിന്റെ കാര്യത്തിലോ ലീവിന്റെ കാര്യത്തിലോ ഒക്കെ അവർക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പല ആവശ്യങ്ങൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും തൊഴിലാളികൾ അതിനുള്ള ആവശ്യകതകളെല്ലാം തന്നെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസിൽ തന്നെ ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസിൽ വരുന്ന പോയിന്റ്സുകളൊക്കെ എന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാല് എന്താണ് നമുക്കറിയാം. ഡിസ്ചാർജ് പ്രൊസീജിയർ, അഡ്വാൻസ്മെന്റ് ടെക്നോളജി, ഇതെല്ലാം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ആണ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് ഉണ്ട്, എക്കണോമിക് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വേജ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതില് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ആണ്. ഓക്കെ അല്ലേ? വായിച്ചു നോക്കേണ്ടതുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ? നെഗോഷിയേറ്റിംഗ് നമ്മൾ പ്രിപ്പയർ ചെയ്തു, എന്താണ് ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാക്കി അതിനുശേഷം ചർച്ച ചെയ്യുകയാണ്. നമുക്ക് ആ നെഗോഷിയേഷൻ ഫേസ് സ്റ്റാർട്ട്സ് when both sides prepare their initial demands. നെഗോഷിയേഷൻ ഉണ്ടാവുമ്പോൾ നമുക്കറിയാം ഇരു കൂട്ടരും നല്ല ചട്ടം കിട്ടിയോളം അല്ലെ, നല്ല കൃത്യമായിട്ട് നല്ല തയ്യാറെടുപ്പോട് കൂടിയിട്ടായിരിക്കും വരുന്നത് അല്ലെ. ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും അവരവരുടെ ഭാഗത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്യുന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയായിരിക്കും അവർ വരുന്നത്. The final agreement is not reached immediately as the negotiation may spread across several days. Okay, പെട്ടെന്ന് തന്നെ നെഗോഷിയേഷൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ചർച്ചകൾക്ക് ഒരു പരിഹാരം ചിലപ്പോൾ എഗ്രിമെന്റിൽ എത്തിത്തരണമെന്നില്ല. അങ്ങനെ വരുമ്പോഴും അതര തരത്തിലുള്ള നെഗോഷിയേഷൻ ഇടാനുള്ള സാധ്യതകളുണ്ട്. Then these are marked by a intense discussion, competition between opposing group using intellectual viewpoints. Okay, പ്രധാനമായിട്ട് നോക്കാം. These days are marked by intensive discussion. അവിടെ നമ്മൾ പറയുന്നത് ഈ ഇങ്ങനെ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്ന ദിവസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ പ്രധാനമായിട്ടും അവരവരുടേതായിട്ടുള്ള ഡിസ്കഷന് വേണ്ടിയിട്ട് ഓരോരുത്തരും തയ്യാറെടുത്തതായിരിക്കും വരുന്നത് അല്ലെ. അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ വിശകലനങ്ങളല്ല അല്ലെ. ഇതെല്ലാം അതിന് പറയാണ് ആൻഡ് threatening each other to strike and lock out. ഓക്കെ, നമ്മളിങ്ങനെ ഈ ഒരു വിപ്പോയിന്റ്സുകൾ മനസ്സിലാക്കിയിട്ട് അല്ലെ പെട്ടെന്ന് തന്നെ ചിലപ്പോണെങ്കിൽ തീരുമാനങ്ങൾ ദിവസങ്ങളോടൊക്കെ നീണ്ടുപോകും. അങ്ങനെ ദിവസങ്ങളോടൊക്കെ നീണ്ടുപോകുമ്പോൾ നമുക്കറിയാം അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ഗ്രൂപ്പ്സ് യൂസിങ് ഇന്റലിജന്റ് വിപ്പോയിന്റ്സ്. ഓക്കെ, അതായത് നമുക്ക് ഓപ്പോസിറ്റ് ഗ്രൂപ്പുകളുടെയൊക്കെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മത്സരാധിഷ്ഠിതമായിട്ടുള്ള രീതിയിലായിരിക്കും അവരിങ്ങനെ ചെയ്തൊക്കെ ആയിട്ട് വരുന്നത്. അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഭീഷണിക്കോളുകൾ ഉണ്ടാകും. വിത്ത് വേർഡ് പ്ലേസ് ആൻഡ് ത്രെട്ടനിങ് ഈച്ച് അതർ ത്രൂ സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സ്. ഓക്കെ, അവരുടേതായിട്ടുള്ള ഭാഷ പ്രയോഗിച്ചിട്ട് തന്നെ ഭീഷണിപ്പെടുത്തി തന്നെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടൊക്കെ നോക്കും. സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സുകളൊക്കെ ഇതിൽ പെടുന്നതാണ് അല്ലെ. ഇത്തരത്തിലുള്ള സ്ട്രൈക്കും ലോക്കൗട്ടുകളൊക്കെ നടത്തി അവരുടേതായിട്ടുള്ള ആശയപാതകൾ ശ്രമിക്കും. The final agreement is signed by the management representative and the union, which is major responsible for all. Okay, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു എഗ്രിമെന്റ് ഒക്കെ വരുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് ആണ്. എഗ്രിമെന്റ് ഒക്കെ അല്ലെ സിഗ്നേച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ. അപ്പൊ റെപ്രസെന്റേറ്റീവായിട്ടാണ് നിലകൊള്ളുന്നത്. റെപ്രസെന്റേറ്റീവായിട്ടാണ് നിലകൊള്ളുന്നത്, ഉടമയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നിലകൊള്ളുന്നത്. സോ ഫൈനൽ അഗ്രിമെന്റിൽ അവരെ ഒപ്പുവെച്ചിട്ടാണ് നമ്മൾ നെഗോഷിയേഷനൊക്കെ അവസാനിപ്പിക്കുന്നത്.
അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ ഒരു നെഗോഷിയേഷൻ ഫലം കാണുന്നത്. The more skilled the negotiations, the better chance of success they have in beating the negotiation. Okay. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു നെഗോഷിയേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതില് ഒരു നല്ല അടുക്കും ചിട്ടയോട് കൂടിയിട്ട് ഒരു ബാർഗെയിനിങ് അന്തരീക്ഷം ഉണ്ടാവും. ആ ബാർഗെയിനിങ് അന്തരീക്ഷത്തില് പലവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിൽ നിന്നാണ് കൃത്യമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയറോ? പറയാനായിട്ട് അധികമില്ല, 2 പോയിന്റ് കൂടി ഉള്ളൂ. ഓക്കെ, വായിച്ചു നോക്കാം. ഇവിടെ സെക്കൻഡ് ചാപ്റ്റർ അല്ലെ, തീർക്കാനായിട്ട് സെക്കൻഡ് ചാപ്റ്റർ എടുക്കാത്ത ചാപ്റ്റർ തുടങ്ങിയോ, സ്റ്റാർട്ട് ചെയ്തോ? 27 ചാപ്റ്റർ നമ്മുടെ ഈ ചാപ്റ്ററിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളത് ഒരു ചാപ്റ്റർ തീർക്കാനുണ്ട്, സെക്കൻഡ് ചാപ്റ്റർ തീർക്കാനുണ്ട് അല്ലേ? ശരിയാണോ? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് ചാപ്റ്റർ ആണ് കൂടുതലായിട്ടുള്ളത്. നമുക്ക് ഒരു ഭാഗം ഇത് കഴിയുകയാണെങ്കിൽ ഒന്ന് പിടിക്കാം. അപ്പൊ നെഗോഷിയേഷൻ നമ്മൾ കണ്ടു അല്ലെ, നമ്മള് ചർച്ചയുടെ കാര്യമാണ് ജസ്റ്റ് ഇപ്പൊ കണ്ടു നോക്കിയത്. അതില് നമ്മള് പറഞ്ഞത് മോർ സ്കിൽഡ് നെഗോഷിയേറ്റേഴ്സ് ദ ബെറ്റർ ചാൻസ് ഓഫ് സക്സസ്ഫുൾ നെഗോഷിയേഷൻ അല്ലെ. നല്ല രീതിയിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ചർച്ചയിൽ നമുക്കറിയാം ഈ ചർച്ച സംഘടിപ്പിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അറിവ് കേന്ദ്രീകരിച്ചിട്ടുള്ളവരെ ബാർഗെയിൻ ചെയ്യുമ്പോഴാണ് ബാർഗെയിൻ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്താണ് നല്ല രീതിയിൽ ചർച്ചയിൽ ഒരു തീരുമാനങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് സ്കിൽഡ് ആയിട്ടുള്ള നെഗോഷിയേറ്റേഴ്സ് അല്ലെ, അവിടെ വാദത്തിലുള്ള ചർച്ചയ്ക്കുള്ള വ്യക്തികള് തീർച്ചയായിട്ടും നല്ല സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു വിന്നിങ് അല്ലെ റിസൾട്ട് അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 4th പോയിന്റ്, റീച്ചിങ് ആൻഡ് റാറ്റിഫൈയിങ് ദ അഗ്രിമെന്റ്. ഓക്കെ, റീച്ചിങ് ആൻഡ് ദ റാറ്റിഫൈയിങ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് നോക്കാം. അഗ്രിമെന്റ് വിച്ച് ഹാസ് ബീൻ മെയ്ഡ് ഈസ് സ്റ്റിൽ ആൻ ഇൻഫോർമൽ വൺ ആൻഡ് ഇറ്റ് നീഡ്സ് ടു ബി ഡിസ്കസ്ഡ് ബൈ അതർ മെമ്പേഴ്സ്. ഓക്കെ, അത് ഒരു ഇൻഫോർമൽ ആയിട്ട് നമുക്ക് ഔപചാരികമായിട്ടുള്ള രീതിയിലല്ല, ഔപചാരികമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് അഗ്രിമെന്റുകളൊക്കെ നടപ്പാക്കും. ആൻഡ് ഇറ്റ് നീഡ് ടു ബി ഡിസ്കസ്ഡ് ബൈ അതർ മെമ്പേഴ്സ്, മറ്റുള്ളവരായിട്ട് ഡിസ്കഷൻ return to their respective people to determine the acceptability of the agreement. ഓക്കെ, നമുക്കറിയാം എഗ്രിമെന്റിലേക്ക് അല്ലെ അവിടെ തീർച്ചയായിട്ടും നല്ലൊരു സമാധാനം അല്ലെ, അവിടെ തീർച്ചയായിട്ടും രണ്ട് സൈഡിലേക്കും അവിടെ പ്രാധാന്യം കൊടുക്കും അല്ലെ. ഇപ്പൊ ബാർഗെയിൻ ചെയ്യുമ്പോൾ വാദപ്രതിവാദം ഉന്നയിക്കുന്നവര് തമ്മിൽ ബഹുമാനിക്കും. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരു കൂട്ടര് സൈലന്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് അത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാനും അതിന്റെ സൊല്യൂഷൻസ് എന്താണുള്ളത് മറ്റൊരു കൂട്ടർക്ക് വെളിപ്പെടുത്താനും വേണ്ടിയുള്ള സാഹചര്യമുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും
എന്താണ് ജനറലി വളരെ അല്ലെ നല്ല കമാൻഡായിട്ടോട് കൂടിയിട്ട് അത് സ്വീകരിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. an important stage rectification അല്ലെ അവിടെ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഉള്ള ഒരു നിലവിലുള്ള നിയമങ്ങളിൽ അല്ലെങ്കിൽ രീതികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. In this stage the union member are asked to vote on the agreement. അപ്പോൾ നമുക്കറിയാം ഒരു അഗ്രിമെന്റിന്റെ അതിലേക്ക് എത്തും അല്ലെ നമുക്ക് സാലറി കൂട്ടി തരാം, നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുക, നിങ്ങൾക്ക് ഇന്ന രീതിയിൽ സാലറി വർദ്ധിപ്പിക്കാം, അതല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ ഇങ്ങനെ ഓവർ ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സാലറി കൂട്ടി തരാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർക്കിംഗ് കണ്ടീഷൻ അനുവദിച്ചു തരാം, അങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവര് അതിനോട് പോസിറ്റീവ് ആയിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ യൂണിയൻ മെമ്പേഴ്സ് ആർ ആസ്ക്ഡ് ടു വോട്ട് ഓൺ ദ എഗ്രിമെന്റ്. തീർച്ചയായിട്ടും അവര് യൂണിയൻ നെഗോഷിയേഷൻ ടീം. തീർച്ചയായിട്ടും നമുക്കറിയാം നെഗോഷിയേഷൻ ടീം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെ, അതുവരെയുമാണ് തീർച്ചയായിട്ടും ആ വോട്ട്. അപ്പൊ നമ്മള് ഓക്കെ എല്ലാവരും അതനുസരിച്ചിട്ട് ഒരു എഗ്രിമെന്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഫേവറബിൾ വോട്ട് ട്രാൻസ്ലേറ്റ് an agreement into a contract. Unless the contract has clarity and accuracy, it can lead to grievance or other problems. Okay, നമുക്കറിയാം എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയാണെങ്കിൽ അത് വോട്ടോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ അല്ലെ അൺഫേവറബിൾ ആയിട്ടുള്ള വോട്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ചിട്ടുള്ള എഗ്രിമെന്റിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കറക്ഷൻ അവിടെ ആവശ്യമാണ്. ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള വോട്ട് ലഭ്യമാക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? റീച്ചിങ് ആൻഡ് റാറ്റിഫൈങ് അഗ്രിമെന്റ്. ഫസ്റ്റ് പോയിട്ട് നോക്കാം. ഫേവറബിൾ വോട്ട് ട്രാൻസ്ഫേഴ്സ് കോൺട്രാക്ട്. കൂടുതൽ വോട്ട് ഫേവറബിൾ ആയിട്ടുള്ള വോട്ട് ഉണ്ടെങ്കിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും അല്ലെ, പരസ്പരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേ. കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട്. തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഏറ്റവും ടോപ്പ് ലെവലിലാണ് അല്ലെ. പിന്നെ സിഗ്നിങ് ഓഫ് ദ അഗ്രിമെന്റ്, സോറി സൈനിങ് ഓഫ് ദ അഗ്രിമെന്റ്, the collective bargaining process നമുക്കറിയാം ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ എന്താണ് സാധാരണയായിട്ട് ആ കളക്റ്റീവ് ബാർഗൈനിങ് അവസാനിക്കുകയല്ല, അത് സ്റ്റാർട്ട് ചെയ്യണം. ഒരു അഗ്രിമെന്റ് അനുസരിച്ചിട്ട് പിന്നെ അതനുസരിച്ചിട്ടുള്ള ലീവ് കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ, അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. അഗ്രിമെന്റ് വന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ collective bargaining process അവിടെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. This must be followed by a proper implementation of the provisions of the agreement. ഓക്കെ, നമുക്കറിയാം അവിടെ എന്താണ് നല്ലൊരു രീതിയിൽ തന്നെ അത് നടപ്പാക്കിയിട്ടുണ്ട്. This must be followed by proper implementation of the provisions of the agreement. ഓക്കെ, അപ്പൊ അവിടെയാണ് എന്താണ് നല്ല രീതിയിലുള്ള നടപ്പാക്കൽ വരുന്നത്. അതായത് കറക്റ്റ് ആയിട്ടുള്ള എഗ്രിമെന്റ് നടപ്പാക്കി കൊണ്ടുപോകുന്നത് എന്നുള്ള നിലപാടിൽ വരുന്നത്. However, in the stressful work environment, it is taught to execute the previous. ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണെങ്കിൽ ഒരു എൻവയൺമെന്റ് കാഴ്ചപ്പാടിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാന്ന് പറയുമ്പോൾ നമുക്കത് എളുപ്പമാണ്, അത് വളരെ സന്തോഷകരമായിട്ടായിരുന്നു അല്ലെ. സ്ട്രെസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാന്ന് പറയുന്നതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ്. ഇൻസ്പയർഡ് ദ ബെസ്റ്റ് എഫേർട്ട് ഓഫ് എ സ്കിൽഡ് നെഗോഷിയേഷൻസ് ആർ എ ലോയർ എക്സ്പെക്ട്സ് എന്താണ് പെർഫെക്റ്റ് എഗ്രിമെന്റ് മേ ബി ഡിഫിക്കൽട്ട് ടു റീച്ച്. ഓക്കെ, അതായത് നമുക്ക് അറിയാം എന്താണ് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ നിയമവശം തന്നെ കണക്കാക്കേണ്ടതുണ്ടെങ്കിൽ നിയമവശം തന്നെ കണക്കാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെ ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ വലിയ സ്ട്രെസ്സിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. The flowers are allowed to continue. അതായത് നമ്മൾക്ക് അഗ്രിമെന്റ് പീരീഡ് ഒന്നും കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. This would may arise from a faulty implementation or a breach of any conditions. Okay, അവിടെ എന്തെങ്കിലും
വരുമ്പോഴാണെങ്കിൽ തർക്കങ്ങൾ വരിക അല്ലെ, ചിലപ്പോ ഒക്കെ തർക്കങ്ങൾ ലോക്കൗട്ട് അല്ലെ, അതിനുള്ളിൽ നിന്നൊക്കെ ചിലപ്പാണെങ്കിൽ എല്ലാവരും ഒക്കെ ഇറങ്ങി പോക്കേണ്ട കാര്യങ്ങളൊക്കെ വരും അല്ലെ. ഡിസ്പ്യൂട്ട് മേ അറൈസ് ഇംപ്ലിമെന്റേഷൻ കണ്ടീഷൻസ്, അത് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഡിസ്പ്യൂട്ടുകൾ വന്നത് എന്നുള്ളതാണ്. മാനേജർ ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ദ ഡെയിലി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കോൺട്രാക്ട്. ഓക്കെ, അപ്പൊ HR മാനേജറിന് അവിടെ നല്ലൊരു റോൾ ഉണ്ട്, അതായത് കൈകാര്യം പോകുന്നുണ്ടോ, ഓക്കെ, ആ ഓർഗനൈസേഷൻ എന്തെങ്കിലും ചെയ്യാവുന്ന ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എംപ്ലോയി ചെയ്യാനായിട്ടുള്ള അവകാശം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർലി ചെയ്യുന്നുണ്ടോ, അത് കൃത്യമായിട്ട് തന്നെ അന്വേഷിച്ച് ചെയ്യുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അതേമാതിരി തന്നെ ഡിസിപ്ലിൻ ഇഷ്യൂസ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഗ്രീവൻസ് arising out of agreement are settled by acceptance. ഓക്കെ, നമുക്കറിയാം എന്ത് സംഘടനയാണെങ്കിലും അത് അടുക്കും ചിട്ടയോട് കൂടിയിട്ടും ക്രമമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ബെറ്റർ റിസൾട്ട് ഉണ്ടാവും അല്ലെ. establish and ideal working relationship with the head of line management with all employees who are affected by the terms and conditions of the agreement. അതായത് നമുക്ക് അത് കൂടാതെ നമുക്ക് അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആയിട്ട് അല്ലെ. ഇവിടെ വർക്കിംഗ് ചെയ്യാൻ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സ്റ്റാർട്ടിംഗ് തലത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇരു കൂട്ടരും അവിടെ സമ്മേളിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഇരു കൂട്ടരും തമ്മിൽ നല്ലൊരു ഐക്യം, ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ വർക്കിംഗ് റിലേഷൻഷിപ്പ് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇൻ കേസ് അല്ലെ അവിടെ മറ്റു ഇതുകൾ വരുമ്പോഴും അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ നഷ്ടപ്പെടും. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ഇരു കൂട്ടർക്കും ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് അവരെപ്പോഴും ബാർഗെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് പോകേണ്ടത്. He or she aims to establish an ideal working relationship with the help of management. നല്ലൊരു സ്ഥായി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റിൽ ഉണ്ടായിരുന്നു അല്ലെ. ലൈക്ക് മാനേജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചിട്ടുള്ള മാനേജ്മെന്റ് ആണ്. അപ്പൊ അവര് ലൈൻ മാനേജർമാരാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. നല്ലൊരു കോൺട്രാക്ട് ആയിരുന്നു. The employee who are affected by the terms and conditions in the agreement of the agreement. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഒരു നല്ലൊരു എഗ്രിമെന്റ് അവിടെ ലഭ്യമാക്കി കൊടുക്കാൻ സാധിക്കണം. എന്താണ് നമുക്ക് അറിയിക്കുന്നത്, എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്നൊക്കെ ഉള്ളത് ഡ്യൂട്ടി ചെയ്യുന്നവർക്കാണ് അറിയാൻ പറ്റുക. ശരിയാണോ? ചെയ്യുന്നവർക്കല്ലേ അറിയാൻ പറ്റുക. ഓക്കെ, ചെയ്യാത്തവരെക്കാൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഡ്യൂട്ടി ചെയ്യുന്നവർക്കാണ് അത് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മാനേജർമാരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നിയമനങ്ങളൊക്കെ നടപ്പാക്കുന്നത്. എഗ്രിമെന്റ് ആണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ സെറ്റിൽ ചെയ്തിട്ടൊക്കെ ആരാണ് മാനേജർമാർ. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകള്? ഇവിടെ HR മാനേജറിന്റെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. The role of HR manager is important in the daily administration of the contract. അല്ലെ, അപ്പൊ ആരാണ് ഡെയിലി അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ റോള് വഹിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ മാനേജറാണ്. കാരണം അവര് തന്നെയാണ് ഇതെല്ലാം അല്ലെ, എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ തരണം ചെയ്യേണ്ടത് അവരാണ്.
അത് മാത്രമല്ല ഡിസിപ്ലിൻ ഇഷ്യൂസ് ആൻഡ് റെസൊല്യൂഷൻ ഗ്രീവൻസ് അറൈസിംഗ് ഓഫ് അഗ്രിമെന്റ് അല്ലെ, അവിടെ അച്ഛനൊക്കെ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികൾക്ക് പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ഇത് തന്നെയാണ്. സോ അവരുടേതായിട്ടുള്ള ശ്രദ്ധയുള്ളതായുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിർവഹിക്കേണ്ടതാണ്. അഡീഷണലി he or she aims to establish an ideal working relationship with the of മാനേജ്മെന്റിനോട് ചേർന്ന് എന്താണ് അവിടെ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമുക്കറിയാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൊടുത്തുള്ളൂ അല്ലെ. അപ്പൊ ഇന്ന സാലറി മേടിക്കുന്നുണ്ടെങ്കിൽ ഇത്ര സമയം ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നിബന്ധനകളുടെ ആ എഗ്രിമെന്റിന്റെ ബേസിലാണ് മാനേജർ ആ വ്യക്തിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അതുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നോട്ട് ചെയ്ത് നോക്കുക. ചില അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ. ഒരു നെഗോഷിയേഷൻ വിളിച്ചു കൂട്ടിയിട്ട് തീരുമാനങ്ങളുടെ ഫൈനലൈസേഷൻ ആരായിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരായിരിക്കും. ഓക്കെ, ഒരു ഓർഗനൈസേഷന്റെ ഒരു രീതി അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ട് സൈസ് ഒക്കെ അനുസരിച്ചിട്ട് നമുക്കറിയാം ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും. അപ്പൊ ലൈൻ മാനേജർമാരുണ്ടെങ്കിൽ ലൈൻ മാനേജർമാരുടെ പോസ്റ്റിംഗ് അവരുടെ തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് ആവശ്യമുണ്ടാവാം. ഇൻ കേസിൽ നമുക്കറിയാം ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ സ്ഥാപനമാണെങ്കിൽ ലൈൻ മാനേജറിന്റെ പോസ്റ്റുകളൊന്നും ഉണ്ടാവില്ല അല്ലെ. HR മാനേജർ ആയിരിക്കും മൊത്തത്തിൽ കോർഡിനേറ്ററിലൊക്കെ പോകുന്നത്. അതനുസരിച്ചിട്ട് നടത്തിലായിരിക്കും ഉണ്ടാവുക. തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് ഒരു കോൺട്രാക്ട് എന്ന ലെവലിലേക്ക് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നടപ്പാക്കുന്നത് ഭരണതലത്തിലുണ്ട്. ഓക്കെയാണോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് അടുത്തൊരു ചാപ്റ്റർ ജസ്റ്റ് എടുക്കാം. ഇപ്പം സെലക്ഷനില് ഇൻഡക്ഷൻ ഓറിയന്റേഷൻ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാം. Okay, എടുത്തോ ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ.
ഇവിടം വരെയാണ് മിസ് എടുത്ത് നിർത്തിയത്. മുമ്പാണോ? ഇവിടം വരെ എടുത്ത് നിർത്തിയിരുന്നത്. കാരണം എനിക്ക് ആഴ്ചയിൽ ഒരു അവറാണ് കിട്ടുള്ളൂ. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്രത്തോളം പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് പോവാം. എല്ലാവർക്കും കാരണം മാക്സിമം കൈകാര്യം കണ്ടിന്യൂ ചെയ്തോളാം. ഓക്കെ, നമുക്കപ്പോ ജസ്റ്റ് അതിന്റെ ഒരു ഇൻഡക്ഷൻ ഓറിയന്റേഷൻ നോക്കാം. സാധാരണ രീതിയിൽ എന്താണ് ഒരു ജോലിയില് അല്ലെ, നമ്മളിപ്പോ പഠിച്ചു റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ നിങ്ങൾ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞു അല്ലെ. ജോലിയിലെ വേക്കൻസി കണ്ടു കഴിഞ്ഞാൽ അവിടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കാനായിട്ട് റിക്രൂട്ട്മെന്റ് കമ്പനികളൊക്കെ വന്നു. ഇതെല്ലാം അതനുസരിച്ചിട്ട് നമ്മുടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്ത് സെലക്ഷൻ നടത്തും അല്ലെ. ഒരു പേയ്മെന്റ്, ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കും. സോ ഇങ്ങനെ ജോലി അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് നമുക്കറിയാം എന്താണ് ആ തൊഴിലുമായിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ജ്ഞാനം ഉണ്ടായിരിക്കും അല്ലെ. പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് കുറവായിരുന്നു ആയിരിക്കില്ലേ, അങ്ങനെ പോകാൻ സാധ്യതയില്ലേ? ഓക്കെ, നമ്മളിപ്പോ ഒരു ജോലിയിലേക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ ക്ഷണിച്ചു, അവരെ ആ ജോലിയുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുത്തു. അവരെ ഇന്റർവ്യൂ സെലക്ഷൻ ഒക്കെ നടത്തിയിട്ടാണ് അപ്പോയിന്റ്മെന്റ് കൊടുത്തത്. എങ്കിൽ കൂടി അതൊരു പുതിയ ഒരു ജോലി സാധ്യതയായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അല്ലെ, ഒരു പുതിയ പെട്ടെന്ന് തന്നെ ജോലിയുടെ അല്ലെ എന്താണ് ജോലി ചെയ്യേണ്ടത്, ആരാണ് ആർക്കാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ജോലിയുമായിട്ട് ചിലപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലെ. ഉണ്ടാവോ? കാരണം ഒരു പുതിയ എംപ്ലോയീസ് ആണ് അല്ലെ. ആക്ച്വലി ചിലപ്പോൾ ഒരു പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ട്രെയിനിങ് ഒക്കെ ഓൾറെഡി ചെയ്ത് ഡ്യൂട്ടികളോടൊക്കെ ഒരു പരിചയം ഉണ്ടാവും. പക്ഷെ പുതിയ കമ്പനി ആവുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ പറയുന്നത്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫെമിലാരിറ്റീസ് അല്ലെ, ഒരു സഹപ്രവർത്തകരോടൊക്കെ ഉള്ള ഒരു അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു കൊടുക്കും. അതായത് ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു നോളജ് കിട്ടാനായിട്ട് അല്ലെ, ഒരു അറിവ് പകർന്നു കിട്ടാൻ, സഹപ്രവർത്തകരെ എന്താണ് എന്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള അറിവ് പകർന്നു കിട്ടാനായിട്ട് അവർക്കൊരു മതിയായിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കേണ്ടതാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷനിൽ വരുന്നത്. ഓക്കെ, ചെറിയ ഇതാണ് ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓറിയന്റേഷൻ നോക്കാം. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ന്യൂ എംപ്ലോയീസ് familiar with the present employees and the present employees and the practice of the organizations is termed as orientation or induction. Okay, induction or orientation എന്ന് പറയുന്നത് എന്താണ്, പുതിയ എംപ്ലോയീസ് ആവുമ്പോൾ അവരുടെ പ്രസന്റ് എംപ്ലോയി അല്ലെ, നിലവിലുള്ള എംപ്ലോയിയുമായിട്ട് ഒരു പരിചയപ്പെടാനായിട്ട് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് അല്ലെ അവിടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് പരിചിതമാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനെയാണ്, ആ ടേമിനെ വിളിക്കുന്ന പേരാണ് ഓറിയന്റേഷൻ ഓർ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. Activities of introducing a new candidates to the organization and his department are involved in the induction process. Okay, എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും പുതിയ കാൻഡിഡേറ്റ് ആവുമ്പോൾ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. പുതിയ ഓർഗനൈസേഷൻ ആവുമ്പോൾ നമുക്കറിയാം ഒരു പക്ഷേ എക്സ്പീരിയൻസ് മറ്റൊരു സ്ഥാപനത്തിൽ വർദ്ധിച്ചിട്ടുള്ളത് നോളജ് ഉണ്ടാവാം, ജോലി തന്നെ ചെയ്ത് നോളജ് ഉണ്ടാവാമെങ്കിലും പുതിയൊരു ഓർഗനൈസേഷനിൽ വരുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള സഹപ്രവർത്തകരാണ്, ആരോടൊക്കെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അതിനെ കുറിച്ചിട്ടൊക്കെ ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള നോളജ് അവർക്ക് പുതിയതായിട്ട് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് എ ന്യൂ കാൻഡിഡേറ്റ്സ് ടു ദ ഓർഗനൈസേഷൻ ആൻഡ് ഹിസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്ഡ് ഇൻ ദ ഇലക്ഷൻ പ്രോസസ്. ഓക്കെ, അവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് ആ പുതിയ കാൻഡിഡേറ്റിന് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് അവർക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ തുടക്കത്തിലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഓറിയന്റേഷൻ പ്രോസസ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?
ഇങ്ങനെ ഇൻഡക്ഷൻ പ്രോസസ് അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോസസ് കിട്ടുന്നത് എന്താ പ്രത്യേകത? അവർക്ക് ഒരുപക്ഷെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ ലഭ്യമായിട്ടുണ്ടാവും അല്ലെ, അവർക്ക് ചെറിയ ചെറിയ ഒരുപക്ഷെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരെ ജോലിയിൽ കുറച്ചും കൂടി അറിവ് അവർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ആ ജോലിയുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി നോളജ് അവർക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അല്ലെ. ട്രെയിനിങ് ഫോക്കസ് ഇവിടെ പലത് പാരഗ്രാഫ് നോക്കിയാണെങ്കിൽ induction training focus exclusively on company history, health and safety, company and it's often considered as a means of effective learning and development. Okay, ഇവിടെ ഇൻഡക്ഷൻ ട്രെയിനിങ് ഫോക്കസ് പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഹിസ്റ്ററി എന്താണ്, കമ്പനി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, നമുക്കറിയാം എംപ്ലോയി ആയതുകൊണ്ട് അവർക്ക് ആ സ്ഥാപനത്തിനോട് ഒരു കൃത്യമായിട്ടുള്ള ഒരു മാമൂലി കുറിപ്പ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു നോളജ് ആ എംപ്ലോയിക്ക് ലഭ്യമാണ്. സോ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കാര്യങ്ങൾ, കമ്പനി പോളിസി ആൻഡ് മെഷേഴ്സ് അല്ലെ, കമ്പനിയുടെ നിയമങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കമ്പനി മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഇറ്റ്സ് ഓഫൺ യൂസ്ഡ് ആസ് എ മീൻസ് ഓഫ് എഫക്റ്റീവ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള അറിവും അല്ലെ, എല്ലാ തരത്തിലുള്ള അറിവും ആ വ്യക്തിക്ക് പകർന്നു കൊടുക്കും. അങ്ങനെ ആ വ്യക്തിയുടെ നോളജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക അല്ലെ, എന്ന് വെച്ചാൽ വളർത്തിയെടുക്കാനായിട്ടാണ് ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ പ്രോസസ് ശ്രമിക്കുന്നത്. സോ ഇൻഡക്ഷൻ ട്രെയിനിങ് ഫോക്കസ് എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അവരുടെ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ കാര്യങ്ങളും അല്ലെങ്കിൽ സേഫ്റ്റി പ്രിപ്പറേഷൻസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ കമ്പനിയുടെ നിയമങ്ങളെയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആ പുതിയ എംപ്ലോയിക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ അല്ലെ, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അവരുടെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോസസ്. ക്ലിയർ ആണോ? ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദിസ് ടൈപ്പ് വേരിയസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ കമ്പനി. Each company should make use of the subject matter to go well with its own specific need. Okay, നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് അല്ലെ. The various based on individual companies, each company should make use of the subject matter to go well with its own specific need. അതായത് നമ്മളിപ്പോ ഒരു കമ്പനി അല്ലെ, അവര് ചിലപ്പോൾ വേണമെങ്കിൽ കമ്പനികളൊക്കെ ഉണ്ടാവും, വ്യത്യസ്ത കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ ഓരോന്നും എന്തിനു വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്, എന്താണ് അതിന്റെ സ്പെസിഫിക് പർപ്പസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൃത്യമായിട്ടുള്ള ധാരണകൾ മനസ്സിലാക്കി കൊടുക്കണം. It becomes a necessity that the introduction training program is well planned and presented in a structured, appealing and useful manner regardless of the size. Okay, നമുക്കറിയാം തീർച്ചയായിട്ടും ഈ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോഴും നേരത്തെ കുട്ടി ഒരു പ്രിക്കോഷൻസ് വേണം അല്ലെ, അല്ലെങ്കിൽ വരുന്ന എംപ്ലോയി മനസ്സിലാവാതെ ഹിസ്റ്ററി കേട്ടു, എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസും കേട്ടു, എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ കേട്ട് അല്ലെ ആകെ ചിലപ്പോൾ വേണമെങ്കിൽ തിരക്കൊക്കെ വരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ പരിശീലനം കൊടുക്കുമ്പോൾ അത് നല്ല പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം കൈകാര്യം ചെയ്ത് കൊടുക്കണം. നല്ല സ്ട്രക്ചർ, നല്ല ഘടനയോട് കൂടിയിട്ട് നല്ല ഒരു അവർക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു വീക്ഷണത്തോട് കൂടിയിട്ടാണ് അവർക്ക് പകർന്ന് കൊടുക്കാനായിട്ട് പാടുള്ളൂ. Okay, an appropriate induction training is mainly a legal necessity. Okay, നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു പുതിയ എംപ്ലോയി ആണെങ്കിൽ ഇത്തരത്തിലെ ഇൻഡക്ഷൻ പ്രോസസ്സ് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. അതൊരു ലീഗലി ആയിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ്. Then it is the common duty of the employers to keep a fresh employees for significant information and training associated with the job and mainly related to health and safety. Okay, തീർച്ചയായിട്ടും ഇതൊരു ഫോമൽ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഹസാർഡ്സ് ഒക്കെ നിറഞ്ഞ എന്തെങ്കിലുമൊക്കെ തൊഴിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് അല്ലെ, പ്രിക്കോഷൻസ് ഒക്കെ ഇതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് മാത്രമാണ് ജോലി പ്രവേശിക്കാൻ പാടുന്നത്. അപ്പോൾ അത് നിയമപരമായിട്ടുള്ള അവകാശങ്ങളാണ് അവര് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ്, അതായത് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഫസ്റ്റ് ആയിട്ട് അവർക്ക് പകർന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഇൻഡക്ഷൻ പ്രോസസ്സിൽ മോസ്റ്റ്ലി പറയുന്നത്. ഓക്കെ, നമുക്ക് ഒന്നും കൂടി നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാം. ഇതാണ് നമുക്ക് ഇനി നെക്സ്റ്റ് എടുക്കാനുള്ള ഭാഗം. ഓക്കെയാണോ? ഓക്കെയാണ്.
ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.